ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം. വെൽക്കം യു ഓൾ ടു എ ന്യൂ വ്ലോഗ്. ഞങ്ങൾ രണ്ടും ഇന്ന് എമ്പുരാൻ മൂവി കാണാൻ വേണ്ടി മിസിസ്വാഗയിലേക്ക് പോവാണ്. അപ്പോൾ അതൊരു വ്ലോഗായിട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. സോ പുതിയതായിട്ട് വീഡിയോ കാണുന്നവർക്ക് പരിചയപ്പെടുത്തുന്നു. ഞാൻ അഞ്ജന, അതെൻ്റെ ഹസ്ബൻഡ് ഷാൻ. മാർച്ച് 20 ഇവിടെ ഒഫീഷ്യലി സ്പ്രിങ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഒഫീഷ്യലി സ്പ്രിങ് ആയി എന്ന് പറഞ്ഞാലും ഒരു April 2nd വീക്കൊക്കെ ആകുമ്പോഴേക്ക് നമുക്ക് പച്ചപ്പൊക്കെ കണ്ടു തുടങ്ങാൻ പറ്റത്തുള്ളൂ. ഈവനിങ് ടൈം ആയതുകൊണ്ട് നല്ല റഷ് അവർ ആണ്. ഹാമിൽട്ടണിൽ നിന്ന് മിസിസ്വാഗയിലേക്ക് 1 hour ഡ്രൈവ് മാത്രമേ ഉള്ളൂ. പക്ഷേ ട്രാഫിക് കാരണം അതിൽ കൂടുതൽ ടൈം ചിലപ്പോൾ റഷ് അവറിൽ എടുക്കാറുണ്ട്. ഈ മലയാളം മൂവീസ് ഒക്കെ കാണണമെങ്കിൽ നമുക്ക് മിസിസ്വാഗയിൽ പോയാൽ മാത്രമേ കാണാൻ പറ്റുള്ളൂ. കാരണം ഹാമിൽട്ടണിൽ മലയാളം മൂവീസിന്റെ റിലീസ് ഇല്ല. ഇന്ന് അത്യാവശ്യം നല്ല സണ്ണി ആയിട്ടുള്ളൊരു ഡേ ആണ്. അതുകൊണ്ട് നമുക്ക് കുറച്ച് പ്ലസന്റ് ആയിട്ട് ഫീൽ ചെയ്യും. പക്ഷെ പുറത്തിറങ്ങുമ്പോൾ അത്യാവശ്യം തണുപ്പൊക്കെ ഉണ്ട്. ഒണ്ടാരിയോയുടെ ഏറ്റവും സദേൺ സൈഡിൽ കിടക്കുന്ന ഭാഗമാണ് GTA, അതായത് ഗ്രേറ്റർ ടൊറന്റോ ഏരിയ. അതിലെ മേജർ സിറ്റീസ് ആണ് ടൊറോണ്ടോ, മിസിസ്വാഗ, ഓക്വിൽ, ബർലിംഗ്ടൺ, മൊറക്കം. ഇതെല്ലാം ഈ GTAയിലുള്ള മിക്ക സിറ്റീസും നല്ല പോപ്പുലേറ്റഡ് ആയിരിക്കും. അതുപോലെ തന്നെ എക്സ്പെൻസീവും ആയിരിക്കും. ഈ ഹൈവേയിലൂടെയുള്ള യാത്ര എന്ന് പറയുന്നത് അത്ര വലിയ എക്സൈറ്റിംഗ് ഒന്നുമല്ല. ഈ സിറ്റി എന്ന് പറയുമ്പോൾ നമുക്ക് ആദ്യം മനസ്സിലേക്ക് വരുന്നത് വലിയ അമ്പരചുംബികളൊക്കെ ആയിരിക്കും. പക്ഷേ ശ്രദ്ധിച്ചാൽ കാണാൻ പറ്റും, അധികം അങ്ങനത്തെ ബിൽഡിങ്സ് വളരെ കുറവാണ് ഇവിടെ. ഈ ഡൗൺ ടൗൺ ഏരിയയിലേക്കൊക്കെ പോകുമ്പോഴാണ് നമുക്ക് ഈ സ്കൈ സ്ക്രാപ്പേഴ്സ് ഒക്കെ കാണാൻ പറ്റുന്നത്. ലാൻഡ് ഏരിയ എടുത്തു കഴിഞ്ഞാൽ കാനഡയ്ക്ക് 2ാം സ്ഥാനമാണ്. കാനഡയുടെ ടോട്ടൽ ലാൻഡ് ഏരിയ എന്ന് പറയുന്നത് 9.9 മില്യൺ സ്ക്വയർ കിലോമീറ്റേഴ്സ് ആണ്. 10 പ്രൊവിൻസസും അതുപോലെ തന്നെ നോർത്തേൺ ടെറിട്ടറീസും കൂടിച്ചേരുന്നതാണ് കാനഡ. ഈ 9.9 മില്യൺ സ്ക്വയർ കിലോമീറ്റേഴ്സ് വിസ്തൃതി കാനഡയ്ക്ക് ഉണ്ടെന്ന് പറഞ്ഞാലും എല്ലാ ഏരിയ ഒന്നും ഹാബിറ്റബിൾ അല്ല. കാനഡയുടെ നോർത്തേൺ സൈഡിലേക്ക് പോകുന്തോറും വെതർ കുറച്ച് എക്സ്ട്രീം ആവുന്നത് കൊണ്ട് അവിടെയൊക്കെ പോപ്പുലേഷൻ വളരെ കുറവാണ്. ഇതെല്ലാം ഇൻഡസ്ട്രിയൽ ഏരിയ ആണ്. നമ്മളിപ്പോൾ കാണുന്നത് ഫോർഡിന്റെ പ്ലാന്റ് ആണ്. നമ്മളിപ്പോൾ 3 വർഷമായിട്ട് ഹാമിൽട്ടണിലാണ് താമസം. പക്ഷേ ഇതുപോലെ എന്തെങ്കിലും സിനിമ കാണാനോ അല്ലെങ്കിൽ വെറൈറ്റി ഫുഡൊക്കെ ട്രൈ ചെയ്യാൻ വേണ്ടി നമ്മൾ മിസിസ്വാഗയിലാണ് പോകാറ്. കാരണം അവിടെയാണ് കൂടുതൽ ഓപ്ഷൻസ് നമുക്ക് ഉള്ളത്. സിറ്റി അടുക്കാറായപ്പോൾ നമ്മൾ ഉദ്ദേശിച്ച പോലത്തെ ബിൽഡിങ്സ് ഒക്കെ കാണാൻ തുടങ്ങി. ഇതൊക്കെ കൂടുതലും അപ്പാർട്ട്മെന്റ് ബിൽഡിങ്സ് ഒക്കെയാണ്. ഇപ്പം നമ്മൾ ഡെസ്റ്റിനേഷനിലേക്ക് എത്താറായിട്ടുണ്ട്. ഇതിപ്പം മിസിസ്വാഗ എത്തിയപ്പോഴുള്ള കാഴ്ചകളാണ് ഈ കാണുന്നതെല്ലാം. ഇവിടെ എപ്പോഴും എന്തെങ്കിലും കൺസ്ട്രക്ഷൻ വർക്ക് എപ്പോഴും നടക്കാറുണ്ട്. കാരണം എപ്പോൾ വന്നാലും ഇങ്ങനെ തന്നെയാണ്. ആ ലെഫ്റ്റ് സൈഡിൽ കാണുന്ന ബിൽഡിംഗ് ആണ് മെർലിൻ മൺറോ ടവേഴ്സ്. ഇതിന്റെ ആ പ്രത്യേക തരം ഷേപ്പ് കൊണ്ടാണ് അതിനെ മെർലിൻ മൺറോ ടവേഴ്സ് എന്ന് പറയുന്നത്. ഈ മെർലിൻ മൺറോ ടവേഴ്സ് ഒഫീഷ്യലി അറിയപ്പെടുന്നത് ആബ്സല്യൂട്ട് വേൾഡ് ടവേഴ്സ് എന്നാണ്. ഈ ടവേഴ്സ് മിസിസ്വാഗയുടെ ഒരു ഐഡന്റിറ്റി ആണെന്ന് പറയാം. ഇവിടാണ് നമ്മളിന്ന് സിനിമ കാണാൻ വന്നിരിക്കുന്നത്. സെൻട്രൽ പാർക്ക്വേ മാൾ, മിസിസ്വാഗ. പേരിൽ മോൾ എന്നൊക്കെ ഉണ്ടെങ്കിലും അതങ്ങനെ വലിയ മോളൊന്നും അല്ല ഇത്. ഇവിടുത്തെ റൂൾ അനുസരിച്ച് പെഡസ്ട്രിയൻസിനാണ് എപ്പോഴും റൈറ്റ് ഓഫ് വേ. അതായത് പെഡസ്ട്രിയൻസ് റോഡ് ക്രോസ് ചെയ്യാൻ നിൽപ്പുണ്ടെങ്കിൽ നമ്മൾ വെഹിക്കിൾ നിർത്തി കൊടുക്കണം. അതാണ് ഇവിടുത്തെ നിയമം.
ഇതാണ് സെൻട്രൽ പാർക്ക് വേ മാൾ. ഇവിടെയാണ് നമ്മൾ മലയാളം മൂവീസ് ഒക്കെ റിലീസ് ചെയ്യുമ്പോൾ വന്ന് കാണാറ്. പൊതുവെ ഇവിടെ സിനിമ കാണാൻ വരുമ്പോൾ ഇത്രയും തിരക്കൊന്നും ഉണ്ടാവാറില്ല. ഇന്നിപ്പോൾ പതിവിലും കൂടുതൽ ആളുകൾ സിനിമ കാണാനുണ്ട്. നാട്ടിലെ പോലെ ഇവിടെയും ജ്വല്ലറി ഷോപ്സ് ഒക്കെ ഉണ്ട്. അത് പക്ഷേ 24 കാരറ്റ് ഗോൾഡ് ആണോ എന്ന് എനിക്കറിയില്ല, കാരണം നമുക്ക് ഇതുവരെ ഗോൾഡൊന്നും മേടിക്കേണ്ട ആവശ്യം വന്നിട്ടില്ല. അതുകൊണ്ട് മൂവിയൊക്കെ കഴിഞ്ഞ് പുറത്തിറങ്ങിയപ്പോഴേക്കും ഓൾമോസ്റ്റ് 10:30 ആയി. ആക്ച്വലി നമുക്ക് വേറൊരു പ്ലാൻ ഉണ്ടായിരുന്നു. ഇവിടെ പേർഷ്യൻ സ്വീറ്റ്സ് കിട്ടുന്ന ഒരു ഷോപ്പുണ്ട്, അവിടെ പോകാനായിരുന്നു ആക്ച്വലി വിചാരിച്ചിരുന്നത്. പക്ഷേ ഇത്രയും ലേറ്റ് ആയതുകൊണ്ട് നമ്മൾ ആ ഐഡിയ ഡ്രോപ്പ് ചെയ്തു. അതിന് പകരം നമ്മളിവിടെ ഷാസ് എന്ന് പറഞ്ഞ ഒരു ഇന്ത്യൻ റെസ്റ്റോറൻറ്റിലേക്ക് പോവാണ്, കാരണം ഫുഡ് എന്തെങ്കിലും മേടിക്കാൻ വേണ്ടിയിട്ട്. അവരുടെ മെനു ചെക്ക് ചെയ്തപ്പോൾ അതിൻ്റെ അകത്ത് കട്ടപ്പ ബിരിയാണി എന്ന് പറഞ്ഞൊരു വെറൈറ്റി ഐറ്റം കണ്ടു. സോ ഞങ്ങൾ വിചാരിച്ചു എന്നാൽ പിന്നെ അതൊന്ന് ട്രൈ ചെയ്ത് കളയാം. അതിന്ന് രാത്രി 12 മണി വരെ ഓപ്പൺ ആണ്. സോ നമ്മൾ വിചാരിച്ചു എന്നാൽ നേരെ അങ്ങോട്ട് വെച്ച് പിടിക്കാമെന്ന്. ഇതിപ്പോൾ രാത്രി ആയതുകൊണ്ട് ഇപ്പോൾ തിരക്കൊക്കെ കുറഞ്ഞു, കുറച്ചുകൂടെ രസമുണ്ട് ഇപ്പോൾ ഈ സമയത്തൊക്കെ ഡ്രൈവ് ചെയ്യാൻ. നമ്മൾ അങ്ങനെ ഷാസ് റെസ്റ്റോറൻറ്റിൽ എത്തിയിരിക്കുകയാണ്. കാറ് പാർക്ക് ചെയ്തിട്ട് നമ്മളിപ്പോൾ അങ്ങോട്ട് കയറും. അത്യാവശ്യം തിരക്കൊക്കെ ഉണ്ട്. നമ്മൾ ഈ റെസ്റ്റോറൻറ്റിൽ ആദ്യമായിട്ടാണ് വരുന്നത്. ആക്ച്വലി ഇവിടെ ഡൈനിങ് ചെയ്യാം എന്നൊക്കെയായിരുന്നു പ്ലാൻ, പക്ഷേ തിരക്ക് കണ്ടപ്പോൾ നമ്മൾ ആ ഐഡിയ ഡ്രോപ്പ് ചെയ്തു. നല്ലൊരു ആംബിയൻസ് ഉള്ളൊരു റെസ്റ്റോറൻ്റ് ആണ്, അതുപോലെ തിരക്കുമുണ്ട്. അപ്പോൾ അവരുടെ ഫുഡ് അത്ര നല്ലതായിരിക്കും എന്ന് വേണം നമ്മൾ അസ്യൂം ചെയ്യാൻ. റംസാൻ സ്പെഷ്യൽ ഡെക്കറേഷൻസ് ഒക്കെ അവർ അതിൻ്റെ ഉള്ളിൽ ചെയ്തിട്ടുണ്ടായിരുന്നു. എല്ലാം നല്ല ഭംഗിയായിട്ടാണ് ചെയ്തിരിക്കുന്നത്. അവരുടെ മെനു അല്പം ഹ്യൂജ് ആയിരുന്നു, പക്ഷെ നമ്മൾ ബിരിയാണി കഴിക്കാൻ വേണ്ടിയാണ് അങ്ങോട്ട് പോയത്. സോ നമ്മൾ നേരെ ബിരിയാണി ഏതൊക്കെ ഉണ്ടെന്ന് നോക്കിയപ്പോൾ അതിൻ്റെ അകത്ത് വെജിറ്റേറിയൻ ഓപ്ഷൻസ് ഉണ്ട്, അതുപോലെ തന്നെ ചിക്കനും മട്ടനും ഉണ്ടായിരുന്നു. പക്ഷെ ബീഫ് ഐറ്റംസ് ഒന്നും വന്ന് കണ്ടില്ല. നമ്മളിവിടെ ആക്ച്വലി കട്ടപ്പ ബിരിയാണി ട്രൈ ചെയ്യാൻ വേണ്ടിയാണ് വന്നത്. പക്ഷേ നമ്മളത് ഓർഡർ പ്ലേസ് ചെയ്യാൻ ചെന്നപ്പോൾ അവിടെ നിന്ന് പയ്യൻ പറഞ്ഞു അത് നല്ല സ്പൈസി ആയിരിക്കും. സോ എന്താണെന്നറിയില്ല, കാനഡയിൽ വന്നതിന് ശേഷം സ്പൈസ് ടോളറൻസ് ലെവലൊക്കെ വളരെ താഴേക്കാണ്. അതുകൊണ്ട് നമ്മൾ വേറെ ഓർഡറാണ് പ്ലേസ് ചെയ്തത്. നമ്മളവിടെ ചെന്ന് ഓർഡർ ചെയ്ത് ടേക്ക് ഔട്ടിന് പറഞ്ഞു. ഒരു 10-15 മിനിറ്റ്സിനുള്ളിൽ തന്നെ നമുക്ക് സാധനം കൈ കിട്ടി. ഞങ്ങൾ 2 പേർക്കും നന്നായിട്ട് ഉറക്കം വരുന്നുണ്ടായിരുന്നു, അതുപോലെ തന്നെ നല്ല വിശപ്പുണ്ടായിരുന്നു. സോ സാധനം കിട്ടിയപ്പോൾ തന്നെ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി വീട്ടിലേക്ക് പോവാണ്. സോ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ എല്ലാവരും ടേക്ക് കെയർ. ബൈ. സൈനിങ് ഓഫ് അഞ്ജന ആൻഡ് ഷാൻ.